നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ ഇന്ന് സംസാരിച്ചു പോകുന്ന വിഷയം ജ്യോതിഷം, കാലം, സമയം, ഇങ്ങനെ ഒരു സബ്ജക്റ്റിലൂടെ നമുക്ക് ഇന്ന് സംസാരിക്കാം. മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ ഒരു വ്യക്തി എന്തിന് ജ്യോതിഷം വിശ്വസിക്കണം, ഫോളോ ചെയ്യണം, അത് ആ വ്യക്തിയുടെ ഇഷ്ടമാണ്. പക്ഷെ ആ വ്യക്തിക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടായിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അല്ലാതെ അത് ചെയ്യുമ്പോൾ നമ്മൾ വിവരദോഷികളായിപ്പോ അല്ലെ. നമ്മൾ അറിഞ്ഞിട്ട് സ്വീകരിക്കാം, വേണ്ടാന്ന് വയ്ക്കാം. അപ്പോൾ എന്തിനെ എന്നുള്ളതിന് ഉത്തരം, എന്തിന് ഫോളോ ചെയ്യണം എന്നുള്ളതിനുള്ള ഒരു ഉത്തരം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി ഈ ജ്യോതിഷത്തിലൂടെ എന്തിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ കഴിയും എന്നൊരു ചോദ്യമുണ്ട്. ജ്യോതിഷം എന്ന് പറയുന്നത് കാലത്തിന്റെ കണ്ണ്, ഐ ആണെന്നാണ് പറയപ്പെടുന്നത്. അക്ഷി, അതായത് കാലത്തെ മുൻകൂട്ടി മനസ്സിലാക്കുകയും അതിന് ഉതകുന്നതായിട്ടുള്ള പ്രതിവിധികളും പരിഹാരങ്ങളും അല്ലെങ്കിൽ മുൻകരുതലുകളും ഒക്കെ എടുക്കുകയും, അല്ലെങ്കിൽ നമ്മൾ ചില തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ സ്വയം നമ്മൾക്കൊരു തിരിച്ചറിവുണ്ടാകുമ്പോൾ ഒരു നിയമം, ഒരു സിസ്റ്റം, ഒരു ലോ അവിടെ ഉണ്ട് എന്നറിയുമ്പോൾ നമ്മൾ ഭയക്കും അല്ലെ. ചില തെറ്റുകൾ ചെയ്യാൻ ചില സമയങ്ങളിൽ മനുഷ്യൻ ഭയക്കുന്നതിന്റെ കാരണങ്ങളിലൊന്ന് ഒരു നിയമസംഹിത അവിടെ ശക്തമായി ഉണ്ട് എന്നുള്ള അവന്റെ തിരിച്ചറിവാണ്. അപ്പോ കാലത്തിന്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള കണ്ണ്, അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് കാട്ടിത്തരുന്ന നമ്മുടെ ഭാവി അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ്, ഇങ്ങനെയുള്ളതിലേക്കൊക്കെ നമുക്ക് കണ്ടെത്താനും മനസ്സിലാക്കാനും സാധ്യമാകുന്ന ഒരേ ഒരു വിഷയം, അല്ലെങ്കിൽ ഒരേ ഒരു രീതി, മെത്തേഡ് എന്ന് പറയുന്നത് ജ്യോതിഷം മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആളുകൾ എന്ന് പറയുന്ന പോലെ ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ഇതൊക്കെ ബിസിനസ്സിന് വേണ്ടി മാത്രമുള്ളതാണ്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രചാരണങ്ങളുണ്ട്. ഒരു പരിധി വരെ, അല്ലെങ്കിൽ മിത്തുകളാണ്. അപ്പോൾ ഒരു പരിധി വരെ ഇതിനെ ആ രീതിയിലേക്ക് ആളുകൾ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ഇതിനെ ഒരു ബിസിനസ് ആക്കുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്നാൽ നമുക്ക് നമ്മുടെ നോർമൽ സെൻസ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. എനിക്കോ നിങ്ങൾക്കോ ആർക്കോ മനസ്സിലാവണമെന്നില്ല. അപ്പോ ഇപ്പോ ലേറ്റസ്റ്റ് മോഡേൺ സയൻസ് പറയുന്നത് പോലെ യൂണിവേഴ്സിന് തന്നെ 14 അല്ലെങ്കിൽ +20 ഒക്കെ ഉള്ള ഡയമെൻഷൻസ് ഉണ്ട് എന്നാണ്. ഇതിനെ നമ്മുടെ പഴമക്കാർ അല്ലെങ്കിൽ പഴയ ഗ്രന്ഥങ്ങളിൽ, പുരാണങ്ങളിലൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. 14 തലങ്ങൾ, അല്ലെങ്കിൽ 14 ലോകങ്ങൾ, 14 ലോകങ്ങൾ. അപ്പൊ ഈ ലോകങ്ങൾ എന്ന് പറയുന്നത് സമയമാണ്. നമ്മൾ ജ്യോതിഷന്റെ അടുത്ത് പോകുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സമയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ സമയം എന്നത് എന്ത്? നമ്മുടെ സമയം ഒന്ന് നോക്കാം. സമയം എന്നത് എന്ത്? ജ്യോതിഷത്തിൽ ഒരു ദിവസം എന്നത് 60 നാഴികയാണ്. എന്നാൽ നമുക്ക് മോഡേൺ കാൽക്കുലേഷനിൽ അത് 24 മണിക്കൂറായിട്ട് നമ്മൾ അതിനെ നിജപ്പെടുത്തിയിരിക്കുന്നു. അതിനെ എങ്ങനെയൊക്കെ നമ്മൾ നിജപ്പെടുത്തിയിരുന്നാലും ഉദയം മുതൽ അസ്തമനം വരെ, അല്ലെങ്കിൽ ഉദയം മുതൽ അടുത്ത ഉദയം വരെയുള്ള സമയം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുക. ശരിക്കും നമുക്ക് ചുറ്റുമുള്ള കാലം, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഇത് ശരിക്കും പറഞ്ഞാൽ ആപേക്ഷികമാണ്, അല്ലെങ്കിൽ റിലേറ്റീവ് ആണ്, അങ്ങനെയൊക്കെ പറയും. ഇപ്പൊ ഐൻസ്റ്റീൻ തന്നെ പറയുന്നുണ്ട്, ടൈം എന്നത് റിലേറ്റീവ് ആണ്. അപ്പോൾ 14 ലോകങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ 14 സെൻസുകളെ കുറിച്ച് നമ്മൾ പറയും. 14 സെൻസ് എന്നല്ല, 14 കാലം, സമയം, അല്ലെങ്കിൽ ഡയമെൻഷൻസ്, ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ വിവരിക്കാം. അപ്പൊ നമ്മളത് ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലോകമാണ് ഭൂലോകം അല്ലെ. അപ്പൊ അതിൽ നിന്ന് അത് കടന്ന് ഭൂമിയിൽ നിന്ന് താഴേക്ക് 7 ലോകങ്ങളും മുകളിലേക്ക് 7 ലോകങ്ങളും, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആണുള്ളത്. അതാണ് ഈ 14 ലോകങ്ങൾ. അപ്പൊ ആ താഴേക്കുള്ള ലോകം എന്ന് പറയുമ്പോൾ അതല, വിതല, സുതല, തലാതല, മഹാതല, രസാതല, പാതാളം, ഇങ്ങനെ 7 ലോകങ്ങൾ നമ്മുടെ ഈ ഭൂതലത്തിൽ നിന്നും താഴേക്കുണ്ട്. ഇതൊരു
കൺസെപ്റ്റാണ്. സമയത്തിനെയോ അല്ലെങ്കിൽ ഡയമെൻഷൻസിനെയോ ഒക്കെ ഇത് കുറിക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ ഇത് നമ്മുടെ ഈ ഭൂതലത്തിൽ നിന്ന് നമുക്കിത് മുകളിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, അതായത് നമ്മുടെ എയറിലേക്ക്, ആകാശ അല്ലെങ്കിൽ ആ ഒരു സ്പേസിലേക്ക് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതും ഈ ഭൂലോകത്തിൽ നിന്ന് നമ്മൾ ജീവിക്കുന്ന മനുഷ്യരുടെ വാസസ്ഥലമായ അല്ലെങ്കിൽ ഈ ഒരു ഭൂപ്രദേശം ഭൂലോകം. ഇവിടെ മനുഷ്യരെക്കാൾ കൂടുതൽ സത്യത്തിൽ ഗന്ധർവന്മാരും യക്ഷന്മാരും ഒക്കെ ഉണ്ട് എന്നൊരു കൺസെപ്റ്റ് ഈ ഒരു മിത്തോളജിക്കൽ ബിലീഫ്സിലും ഉണ്ട്. അതിൽ ഭൂതല, ഇപ്പൊ മുകളിലേക്ക് നമ്മൾ പറയുമ്പോൾ ഭൂതലം ഞാൻ പറഞ്ഞു. പിന്നീടുള്ളത് ഭുവർലോക, സ്വർഗലോക. അപ്പൊ ഈ ഭുവർലോകം എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായി പറയുന്ന ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് ആണ്, നമ്മുടെ സ്പേസിനെ കുറിച്ചാണ് അത് പറയുന്നത്. പിന്നെ സ്വർഗലോകം, അതായത് ഹെവൻ എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിലേക്ക്. അത് കഴിഞ്ഞ് മഹർലോക, ജനലോക, തപലോക, സത്യലോക, ഇങ്ങനെയുള്ള 7 ലോകങ്ങൾ മുകളിലേക്കും മറ്റ് 7 ലോകങ്ങൾ താഴേക്കുമാണ് ഈ ഡയമെൻഷൻസിനെ കുറിച്ച് ഹിന്ദു മിത്തോളജി അല്ലെങ്കിൽ നമ്മുടെ സമയത്തെക്കുറിച്ചും ഒക്കെ ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇപ്പൊ ജ്യോതിഷത്തിൽ ഇതിന്റെയൊക്കെ പ്രാധാന്യം എന്തെന്ന് ചോദിക്കുമ്പോൾ, ഈ ജ്യോതിഷത്തിലൂടെ നമ്മൾ എന്തെല്ലാമാണ് കണ്ടെത്താൻ, സമയത്തിലൂടെ നമ്മൾ എന്തെല്ലാമാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. സമയം അല്പം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു റിലേറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നു. അതായത് നിസ്സാരമായി പറഞ്ഞാൽ നമ്മളിപ്പോ വ്യാഴത്തിന്റെ ഒരു വർഷം എന്ന് പറയുന്നത് ഭൂമിയിലെ 12 വർഷങ്ങളാണ്. ശനിയിലേത് 30 വർഷങ്ങളാണ്. അതായത് ഭൂമിയിലെ 30 വർഷം, ശനിയിലെ 1 വർഷം മാത്രമേ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ചിന്തകൾക്കും കാഴ്ചകൾക്കും ഒക്കെ അപ്പുറം ഒരു ലോകവും സിസ്റ്റവും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, സയൻസ് പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ സയൻസ് പറയുന്നത് മാത്രമല്ല ശരികൾ, നമ്മുടെ ഇടയിൽ വേറെ ഒരുപാട് ശരികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ കാരണം ഈ പറഞ്ഞ സമയബന്ധിതമായ കാര്യമാണ്. നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ജ്യോതിഷം മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മൾ സാമാന്യമായ നമ്മുടെ ബുദ്ധിയുടെ കാൽക്കുലേഷൻസ് വെച്ച് കണക്ക് കൂട്ടിയെടുക്കുന്ന ഒരു ഗണിത എന്താ പറയുക ശാസ്ത്രത്തിലുള്ള ഒരു സംവിധാനമാണ് ഭാവിയെക്കുറിച്ച് മനുഷ്യനെ കുറിച്ച് മാത്രമല്ല ജ്യോതിഷം പറയുന്നത്. ഈ ജ്യോതിഷത്തിൽ യക്ഷകിന്നര ഗന്ധർവ ദേവന്മാര് അസുരന്മാര് അല്ലെ, നക്ഷത്രങ്ങളെ പോലും ദേവ മനുഷ്യ അസുര ഇങ്ങനെ പല തലങ്ങളിലായിട്ട് അതിനെ തരംതിരിച്ചിരിക്കുകയാണ്. അപ്പോ ഇതിലൂടെയെല്ലാം നമ്മൾ കടന്നു ചെന്ന് ചിന്തിക്കുമ്പോഴാണ് മുൻപ് ഞാൻ പറഞ്ഞിരുന്ന പോലെ ജ്യോതിർഗണിതത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന എന്താ പറയാ സ്പേസ് ടെക്നോളജി അല്ലെങ്കിൽ സ്പേസ് സയൻസിന്റെ ഒക്കെ ഒരു മാജിക്കലായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള ഒരു ദൈവദത്തമായ ശാസ്ത്രമാണ് ജ്യോതിഷം. അത് ഈ 14 തലങ്ങളെക്കുറിച്ചും 14 ലോകങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ 14 ഡയമെൻഷനുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതിൽ ഭൂമിക്ക് അടിയിലേക്ക് പാതാളം അല്ലെങ്കിൽ അവിടെ സർപ്പങ്ങൾ വസിക്കുന്നു, അവിടെ അസുരന്മാർ വസിക്കുന്നു, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അതിനുശേഷം മുകളിലേക്കുള്ളിടത്ത് ദേവന്മാർ വസിക്കുന്നു, പിന്നെ മഹർഷികൾ വസിക്കുന്നു, ബ്രഹ്മലോകം, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഇതില് എന്താ പറയാ, ഇതിനെ നമുക്ക് പല രീതിയിൽ ഇതിനെ ചിന്തിക്കാം. അതായത് ഇതെല്ലാം ഭൂമിയിൽ തന്നെയുള്ള മനുഷ്യരുടെ മാനസിക അവസ്ഥയും അറിവിന്റെ തലങ്ങളുമായിട്ട് നമുക്കിതിനെ തരംതിരിക്കാം. മനുഷ്യനിൽ തന്നെ അവൻ മൃഗമായി ജീവിക്കുന്ന ഒരുത്തൻ പാതാളത്ത് ജീവിക്കുന്ന തുല്യമാണ് ഭൂമിയിൽ, ശരിയല്ലേ? അതേപോലെ അറിവിന്റെയും ബോധ്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഭൂമിയിൽ തന്നെ സ്വർഗലോകത്തിന് തത്തുല്യമായ ഒരു ജീവിതത്തിലൂടെ ആയിരിക്കാൻ കടന്നു പോകുന്നത്. നമുക്കിതിനെ എന്താ പറയാ ഒരു സിംഗിൾ എക്സാമ്പിൾ വെച്ചിട്ട് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് നേരെ വരുന്ന ചോദ്യങ്ങളെ ഒരു ഒറ്റ ഉത്തരം കൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കോമൺ സെൻസുകൾ, ഇപ്പൊ നമ്മൾ സമയത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പൊ കോമൺ സെൻസുകൾ എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? കോമൺ സെൻസ് മീൻസ് എല്ലാ മനുഷ്യനുമുള്ള സെൻസുകൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ, സ്മെല്ല് ചെയ്യുമ്പോൾ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് അല്ലെ ചെവി കൊണ്ട്, മൂക്ക് കൊണ്ട്, സ്പർശം കൊണ്ട്, നാവ് കൊണ്ട് ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യങ്ങളെ നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നു, ഓരോ കാര്യങ്ങളെ, അല്ലെ? അതാണ് നമ്മുടെ കോമൺ സെൻസ് എന്ന് അതിലൂടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ സിംപ്ലി ഞാനൊരു കാര്യം ചോദിച്ചാൽ, നമ്മൾ സൂര്യപ്രകാശം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ സമയത്തെ റിലേറ്റീവായി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ പ്രകാശം അല്ലെങ്കിൽ ഉദയം അസ്തമനം, സൂര്യന്റെ ഉദയാസ്തമനങ്ങളെ ബേസ് ചെയ്താണ് ദിനചര്യകൾ ദിനരാത്രങ്ങൾ ഒക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഓരോ മനുഷ്യനിലും വ്യത്യസ്തമായിരിക്കും. ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൂടാതെ ആറാമത്തെ ഇന്ദ്രിയമുണ്ട്. ചിലർ അതിനെ ഡെവലപ്പ് ചെയ്ത് 7ഉം 8ഉം ആ ഒരു തലങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നവരുണ്ട്. അപ്പൊ 7ാം അറിവ് എന്നൊക്കെയുള്ള സിനിമ പറയുന്ന പോലെ കോമൺ ആണ് ഹ്യൂമൻ ബ്രെയിൻ, അതാണ് 6th സെൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതിനുമപ്പുറം 6th സെൻസിനെ ഡെവലപ്പ് ചെയ്യുക, അതിനൊക്കെ അപ്പുറത്തേക്ക് തലങ്ങളുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞ ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയാ, റീസെന്റ് ലോക എന്നൊരു സിനിമ കണ്ടു. ഞാൻ പെട്ടെന്ന് കാലം എന്നാണത് ഓർത്തത്, ലോക. അപ്പൊ ആ സിനിമയിലൂടെ പറഞ്ഞു വരുന്നൊരു മെസ്സേജ്, നമുക്കിടയിൽ എന്താ പറയുക യക്ഷിയും ചാത്തനും ഒക്കെ ജീവിക്കുന്നുണ്ട്, അവര് നല്ല ശക്തികളാണ് എന്നൊരു കൺസെപ്റ്റ് ആ സിനിമ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിനോട് എന്താ പറയാ അനുകൂലമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ചാത്തനും യക്ഷിയും ഒക്കെ ഒരു ബാഡ് ഇമ്പാക്റ്റ് ആണ് പൊതുവെ മനുഷ്യന്റെ ചിന്താധാരയിലുള്ളത്. അപ്പൊ നിറയെ യക്ഷി ക്ഷേത്രങ്ങളും ചാത്തൻ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഒക്കെ ഉള്ള നാടാണ് നമ്മുടെ. അപ്പൊ എന്തിനെ അതൊരു നെഗറ്റീവായിട്ടുള്ള പാർട്ടായിട്ട് അതിനെ ചില വ്യക്തികൾ അതിനെ എന്താ പറയാ പ്രൊജക്ട് ചെയ്യാറുണ്ട്. അതൊന്നും പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ആ ചിത്രത്തെ എടുത്ത് പറഞ്ഞതിനകത്ത് സിമ്പിളായി ഉദ്ദേശിച്ചത്, അതിലൊരു രംഗത്തില് സമയം, അതായത് സ്പീഡ്, വേഗത കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ വേഗത എന്ന് പറയുമ്പോൾ എന്താണ്? സമയമാണ്. സമയം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ സെൻസുകൾ വെച്ചാണ് നമ്മൾ സമയങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ 100 പ്രകാശവർഷം അകലെ എന്ന് പറയുമ്പോൾ പ്രകാശത്തിൽ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ്. അതേസമയത്ത് പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു മീഡിയം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു അതിന് തത്തുല്യമായ ഒരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ, ഈ പറഞ്ഞ 100 പ്രകാശവർഷം അകലേക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു വർഷത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞെന്ന് വരും. അപ്പൊ ഈ 14 തലങ്ങൾ, ഞാൻ എപ്പോഴും ഒരിക്കല് ഒരു സയന്റിസ്റ്റിന്റെ ഒരു ഇതിൽ ഞാൻ കേട്ടിരുന്നു, ISROയുടെ ചെയർമാനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറയുന്നത് പോലെ 1,00,000 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് നമ്മൾ ചിന്തിക്കാൻ കഴിയില്ല ആ ലെങ്ത്. ശരിയാണ്, 1,00,000 കിലോമീറ്റർ. 1 മണിക്കൂറിൽ ഭൂമി 1,07,000 കിലോമീറ്റർ വേഗതയിൽ കറങ്ങുന്നു. അപ്പൊ നമുക്കത് ചിന്തിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിലും അതിവേഗതയിലാണ് ഭൂമിയുടെ കറക്കം. അപ്പൊ അത്രയും ഇമാജിൻ ചെയ്യാൻ നമുക്ക് കഴിയില്ല ആ ദൂരത്തെ. അതുപോലെ ഈ 14 തലങ്ങളെ, 14 ഡയമെൻഷൻസിനെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പൊ 2D, 3D, 4D എന്ന് പറയുന്നത് പോലും എങ്ങനെയാണ് എന്ന് ഒരു ഹ്യൂമൻ ബ്രെയിനിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ളൊരു കാര്യമാണ്. അത് വളരെ ഇമ്പോസിബിൾ ആണ്. ആ സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് വെച്ചിട്ട്, ആ സിനിമയിൽ സാധാരണ ഒരു മനുഷ്യന്റെ ചിന്തകൾക്കും യുക്തിക്കും അപ്പുറത്തേക്ക് നമുക്കിടയിൽ തന്നെ നമ്മുടെ രൂപത്തിൽ താമസിക്കുന്ന അമാനുഷികരെ കുറിച്ചാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാണെന്നും സത്യമാണെന്നും അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഉണ്ടെന്നും അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. അത്യാവശ്യം ബോധവും കാഴ്ചപ്പാടുകളും കൂടി തന്നെയാണ് അതിനെ വിശ്വസിക്കുന്നത്. കാരണം സിംപ്ലി പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞാല്, നമുക്ക് പ്രകാശം കടന്നു പോകുന്ന, അതായത് ട്രാൻസ്പെറന്റ് ആകുന്ന ഒരു വസ്തുവിനെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നു നമ്മുടെ കണ്ണെന്ന സെൻസിന്. ശരിയല്ല? അതായത് പ്രകാശം തടഞ്ഞു നിൽക്കുന്ന ഒന്ന് നമുക്ക് കാണാൻ കഴിയില്ല. സിമ്പിളാണ് ഗ്ലാസ്. നമ്മളിപ്പോ ഒരു ക്ലിയർ ഒരു ഗ്ലാസ് ഫ്രെയിം പല ഡോറുകളിലും നമ്മൾ ചെയ്യുന്ന അറിയാതെ മുഖപിടിക്കും. കാരണം എന്താ? നമുക്കതിനെ നമ്മുടെ കണ്ണെന്ന സെൻസ് കൊണ്ട് അതിനെ സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. ശരിയല്ലേ? അപ്പൊ അത് നമ്മൾ ചെന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ടച്ച് എന്നുള്ള സ്പർശനം എന്നുള്ള സെൻസാണ് അവിടെ ആക്റ്റീവ് ആവുന്നത്. കണ്ണെന്ന സെൻസിന് അവിടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടെ ഒരു ഗ്ലാസ് ഇല്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ അതിനെ ടച്ച് ചെയ്യുന്നില്ലായിരുന്നു എന്ന് കരുതുക. ഓക്കെ, നമ്മൾ ദൂരെ നിന്ന് കണ്ടു, നമ്മൾ പാസ് ചെയ്തു പോയി. നമ്മളോട് മറ്റൊരു വ്യക്തി പറയുകയാണ്, ഞാൻ അതിനെ ടച്ച് ചെയ്തു, അങ്ങനെ ഒരു ഗ്ലാസ് അവിടെയുണ്ട്. അപ്പൊ അദ്ദേഹം ഒരിക്കലും അതിനെ അംഗീകരിക്കണമെന്നില്ല. ഈ വ്യക്തി തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് ഡോർ അവിടെ ഇല്ലാന്ന് കരുതുക, അല്ലെങ്കിൽ ആ ഡോർ അപ്പോൾ ഓപ്പൺ ആയിരുന്നു കരുതുക. അദ്ദേഹം അതിലെ പാസ് ചെയ്ത് കയറിപ്പോകും. അപ്പൊ കരുതും മറ്റേ വ്യക്തിക്ക് തോന്നിയതാണ്, ഇല്ലാത്തതാണ്. അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം അപ്പോൾ നമുക്ക് വിശ്വസിക്കാനോ സത്യമാണെന്നോ പറയാൻ കഴിയില്ല. ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യം,
20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് ആണെന്ന് തോന്നുന്നു നമ്മുടെ ചെവിയുടെ ഒരു കപ്പാസിറ്റി. അപ്പൊ അതിൽ കൂടുതലുള്ള ശബ്ദങ്ങളുണ്ട്, അതിൽ കുറവുള്ള ശബ്ദങ്ങളുമുണ്ട്. നമുക്കൊരിക്കലും അതിനെ സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. ശരിയല്ലേ? സെയിം തന്നെയാണ് സ്മെല്ല്, അല്ല ഈ എന്താ പറയുക, കാഴ്ച, സ്പർശനം, നമ്മുടെ ചെവിയെ, കണ്ണ്, മൂക്ക്, നാക്ക്, ഇതിനെല്ലാം ചില കാര്യങ്ങളെ സെൻസ് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഈ കണ്ണിന്റെ കാഴ്ച മുമ്പേ പറഞ്ഞ പോലെ, കണ്ണിന്റെ കാഴ്ച തന്നെ പലർക്കും ഡിഫറൻ്റ് ആണ്, ചെവിയുടെ കേൾവി പലർക്കും ഡിഫറൻ്റ് ആണ്. ഇപ്പൊ എനിക്ക് ലോങ്ങിൽ നിൽക്കുന്ന ഒരു കാര്യത്തെ ചിലപ്പോൾ കാണാൻ അത്ര വ്യക്തത ഉണ്ടാവുന്നില്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളിന് അതിനെ കാണാൻ കഴിയും. അതേപോലെ ശരീരം ഓരോ കാര്യങ്ങളെ സെൻസ് ചെയ്യുന്നത്. അപ്പൊ അതെനിക്ക്, നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് സെൻസ് ചെയ്യാറുണ്ടാവും, ചിലർക്ക് ചില സ്മെല്ലുകൾ തോന്നാറുണ്ടാവും. അതൊരു അതിനെന്താ പറയുക, അതിനൊരു നമ്മളെപ്പോഴും സൂപ്പർ നാച്ചുറാലിറ്റി എന്നോ അല്ലെങ്കിൽ അതിന് സൂപ്പർ നാച്ചുറാലിറ്റി എന്ന് പറയുന്നതിലുപരി നമ്മുടെ സെൻസുകളുടെ കപ്പാസിറ്റികൾ ഇച്ചിരി കൂടുതലായിരിക്കാം പലരിലും, ബുദ്ധിയുടെ IQ പോലെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിപ്പറയുക എന്നുള്ളത് വിഡ്ഢിത്തത്തിന് തുല്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ആ സിനിമയെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ആ സിനിമയിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വളരെ അതിനകത്തെ സമയം, അതിൽ മനുഷ്യരല്ലാതെ അമാനുഷികരായി ജീവിക്കുന്ന ആ വ്യക്തികൾ ഉപയോഗിക്കുന്ന സമയം നമ്മുടേതിനേക്കാൾ വളരെ ഫാസ്റ്റാണ്. അതായത് ഒരു സെക്കൻഡിനുള്ളിൽ അവർക്ക് പലതും നമ്മൾ ഒരു മിനിറ്റിലോ 5 മിനിറ്റിലോ ചെയ്യുന്ന ഒരു കാര്യത്തെ പിന്നെ സെക്കൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ അവര് ജീവിക്കുന്നത് മറ്റൊരു തലത്തിലായിരിക്കും. അപ്പൊ നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള പല തലങ്ങളിലുള്ള, പല കാലങ്ങളിലുള്ള, പല ലോകം, ഈ ഭൂമിയിൽ തന്നെ അല്പം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഈ മുകളിലേക്കുള്ള 7 ലോകങ്ങളും താഴേക്കുള്ള 7 ലോകങ്ങളും ഒരുപക്ഷെ ഈ ഭൂമിയിലെ തന്നെ ഒരു പാരലൽ വേൾഡിലാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ ഇടയിൽ തന്നെ ഈ പറഞ്ഞ അദൃശ്യമായോ ദൃശ്യമായോ ഈ ശക്തികൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതിനെല്ലാം ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജ്യോതിഷം. കാരണം ഇതിനെല്ലാം ഓരോ വ്യക്തികൾക്കും പല 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 അനുഭവങ്ങളായിട്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ ഇത് ഫീൽ ചെയ്യുന്നത്. അപ്പോ ആ ഫീൽ ചെയ്ത കാര്യം എനിക്കിങ്ങനെ തോന്നി. എന്തുകൊണ്ട്? ഒരിക്കലും ഒരു സയൻസിനും അതിന് ആൻസർ ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചിന്തകൾക്ക് അപ്പുറം നിൽക്കുന്ന എന്തോ. അപ്പോൾ ഒരു പക്ഷേ ജ്യോതിഷം മറ്റു ഡയമെൻഷനിൽ നിന്നും മനുഷ്യനിലേക്ക് കിട്ടിയ, അല്ലെങ്കിൽ മനുഷ്യർക്ക് ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രമല്ല. അത് 100% കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത്രത്തോളം ബ്രില്യൻ്റ് ആയ ആളുകൾക്ക് അത് 100% ചിലപ്പം കറക്റ്റായി അതിൻ്റെ കാൽക്കുലേഷൻസും ചെയ്യാൻ കഴിയുന്നുണ്ടാകും. ഈ അല്പം മുമ്പ് ആ സിനിമയെക്കുറിച്ച് പറഞ്ഞു. അതിന് സമാനമായ ഒരു ഇംഗ്ലീഷ് മൂവി സീരീസ് ഉണ്ട്, എക്സ്മെൻ എന്ന് പറഞ്ഞു. അപ്പം അതിൽ പറയുന്നത്, ഇപ്പം ഈ സിനിമയിൽ പറയുന്ന, സിനിമയെ ഇവിടെ പ്രതിപാദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, നമ്മുടെ ഈ സമയം അല്ലെങ്കിൽ എന്താ പറയുക ലോകം, ഇതൊക്കെ ഒരു റിലേറ്റീവായിട്ട് ഇതിൽ വന്നതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു ഇംഗ്ലീഷ് മൂവിയിൽ പറയുന്നത് മ്യൂട്ടേഷൻ, മനുഷ്യൻ പരിണാമങ്ങൾ സംഭവിച്ച് വരുമ്പോൾ ചില സൂപ്പർ നാച്ചുറൽ പവറുകൾ വരുന്നതാകാമെന്ന്. ഇതിൽ നമ്മുടെ മിത്തോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചുമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇത് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ചിന്തകൾക്കോ ഒരു സാധാരണ മനുഷ്യന്റെ യുക്തിക്കോ അപ്പുറമുള്ള കാര്യങ്ങളാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ISROയിലെ സയന്റിസ്റ്റുകൾ പറയുന്നത് 4th ഡയമെൻഷൻ 5th ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബ്രെയിനിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് നമുക്കൊരിക്കലും പറയാനും കഴിയില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ എന്താ പറയാ 100 വർഷമോ 200 വർഷമോ ഒക്കെ കഴിയുമ്പോഴായിരിക്കാം അതിന്റെ എന്തെങ്കിലുമൊക്കെ സാധ്യതകളെ കുറിച്ച് സയന്റിഫിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇപ്പൊ പൂർവ്വജന്മം, എന്താ പറയാ പുനർജന്മം, മുമ്പ് പറഞ്ഞ പോലെ ഗന്ധർവന്മാര്, യക്ഷികള്, ചാത്തൻ, അല്ലെങ്കിൽ ഇവരിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങള്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കൺസെപ്റ്റുകളും ഈ ശക്തികളും നമ്മുടെ ഒപ്പം ഉണ്ട് എന്നും ഇതെല്ലാം എന്താ പറയാ നന്മയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. തിന്മയുടേതായ ഒരു എന്താ പറയാ സംവിധാനമോ അല്ലെ ശക്തികളോ അതും ഒരു പക്ഷേ എന്നല്ല, അതും
പാരലായിട്ട് ഉണ്ടാകാം. കാരണം പക്ഷെ നമ്മളെപ്പോഴും ജ്യോതിഷത്തിലായാലും ജീവിതത്തിലായാലും മനുഷ്യൻ എപ്പോഴും പറയുന്ന പോലെ സത്യം അല്ലെങ്കിൽ ധർമ്മം അല്ലെങ്കിൽ കർമ്മം ഇതുമായി ബന്ധപ്പെട്ടും ആണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവി, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അതിന് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞ പ്രവൃത്തികളുമായിട്ടും ഈ പറഞ്ഞ കാലങ്ങളുമായിട്ടും ഈ പറഞ്ഞ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നമ്മുടെയൊക്കെ തലങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന എന്തോ ഒരു യാഥാർത്ഥ്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ടതാണ്. ഇതിനെയെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്ത് ഒരു പരിധി വരെയെങ്കിലും മനുഷ്യൻ അവൻ്റെ കാര്യങ്ങളെ റെക്ടിഫൈ ചെയ്ത് നേരെയാക്കി എടുക്കാൻ കഴിയുന്ന ഒരു 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 സംവിധാനം അല്ലെങ്കിൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ് ജ്യോതിഷം. ജ്യോതിഷത്തിലൂടെ നമ്മൾക്ക് അറിയാൻ കഴിയുന്ന പരിഹാരങ്ങൾ, പൂജകൾ, ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷെ എല്ലാ ഇതിലും പറയുന്ന പോലെ പൂജകൾ എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമ്മുടേതനുസരിച്ച് അതിനുള്ള ആവശ്യത്തിനുള്ളത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലെ നിത്യദർശനം തന്നെ ഒരു വലിയ നമുക്ക് ലഭിക്കുന്ന ഒരു നമ്മുടെ കണ്ണുകൾക്ക്, ശരീരത്തിന്, മനസ്സിന്, ചെവിക്ക് ഒക്കെ നമ്മുടെ സെൻസുകൾക്കെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളും തരുന്ന നമ്മുടെ ചിന്തകളെയൊക്കെ ഉണർത്തുന്ന നന്മയിലേക്കും നമ്മളെ വിജയത്തിലേക്കും നമ്മളെ പ്രതിസന്ധികളിൽ നിന്ന് മുമ്പോട്ടേക്ക് കടന്നു പോകാനും ഒക്കെ നമുക്ക് ശക്തി തരുന്ന ഒരു ജീവിത രീതികളാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ അതിലൂടെ ആയിരിക്കാം അവർ കടന്നുപോകുന്നത്. പക്ഷെ നമ്മൾ തീർച്ചയായും ഈശ്വരവിശ്വാസം അല്ലെങ്കിൽ പ്രാർത്ഥന, അത് ഏത് മതത്തിന്റെ ആയിക്കോട്ടെ, അതിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കടന്നു പോകണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി തന്നെ നമ്മൾ നമ്മുടെ കൂടെ കരുതണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവനുമുള്ള വിശപ്പ് മാറില്ലല്ലോ, അല്ലെ? ഒരു നേരം കുടിച്ചാൽ അത് ദാഹം മാറില്ല, പിന്നെയും ദാഹിക്കും, അല്ലെ? അതേപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു ലഹരി ഉപയോഗിക്കുന്നു. ഒരു തവണ ഉപയോഗിക്കുന്ന ലഹരിയോ മദ്യമോ എന്തോ ആയിക്കോട്ടെ, അത് ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് അതിന്റെ ലഹരി ലഭിക്കില്ല. നിങ്ങൾ പക്ഷെ ഇപ്പൊ വീണ്ടും ഉപയോഗിക്കാം. അത് ആഹാരമായാലും ജലമായാലും വെള്ളമെന്തോ. അപ്പോ നമുക്ക് അത് വീണ്ടും നമ്മൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മൾ അതേപോലെ തന്നെ പ്രാർത്ഥനയും ദൈവവിശ്വാസവും കാര്യങ്ങളും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ദാഹവും ആഹാരവും ക്ഷീണവും ഒക്കെ നമുക്ക് മാറുന്ന പോലെ നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റികളെ നിന്ന് നമ്മളെ അതിജീവിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവാധീനം അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ്, ഇത് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. അപ്പൊ ഇതിലൂടെ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പല തലങ്ങളിലൂടെയും മനുഷ്യൻ കടന്നു പോകുമെന്ന് പറയുമ്പോൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള പല തലങ്ങളിലൂടെയും നമുക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യൻ ദൈവവിശ്വാസി ആയിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് മതം, ഏത് രീതി, ഏത് ആരാധന, അതൊക്കെ ഓരോ വ്യക്തിയുടെ ഇഷ്ടമാണ്. കാരണം ഏകദേശം 7000-ഓളം ഭാഷയുണ്ട് ഈ ഭൂമിയിൽ, ഒഫീഷ്യലിയും അൺഒഫീഷ്യലി ആയിട്ട് 4000-ഓളം അതിന് മേളിലോ മതങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം വ്യത്യസ്തമാണ്, അല്ലെ? അപ്പോൾ ഇതാണ് മതം, ഇതാണ് ഭാഷ എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷെ പ്രകൃതിക്ക്, പ്രപഞ്ചത്തിന് അതിൻ്റെതായ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഉണ്ട്. കർമ്മം, അതിൻ്റെതായ ഫലങ്ങളുണ്ടാവും. അപ്പോൾ അതിനെയെല്ലാം നമുക്ക് നമുക്ക് അനുകൂലമായി പ്രപഞ്ചം അല്ലെ പ്രകൃതി ശക്തികൾ, പഞ്ചഭൂതങ്ങൾ, ഇതൊക്കെ നമ്മൾക്ക് ദൈവാധീനം, ഇതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ അല്പം മുമ്പ് ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ പ്രാർത്ഥനയും സൽപ്രവൃത്തികളും സൽക്കർമ്മങ്ങളും തീർച്ചയായും ചെയ്യേണ്ടത് മനുഷ്യന്റെ ധർമ്മമാണ്. അതിന് അല്പം മുമ്പ് ഞാൻ പറഞ്ഞല്ലേ, പാതാളത്തിൽ നിന്നും പല തലങ്ങളിൽ നിന്നുമൊക്കെ ഉയർന്ന് ഭൂലോകത്തിലെത്തി അതിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് അവൻ മാനസികമായും മാനുഷികമായും ദൈവികമായും ഒക്കെ അവനിൽ ഉണ്ടാകുന്ന വളർച്ചകളും ഉയർച്ചകളുമാണ്. അപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ചു വന്നത് ഈ പറഞ്ഞ ഡയമെൻഷൻസ്, ഇതിനൊക്കെ ഇതിനൊന്നും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങുമ്പോഴോ ഇതിനെ എവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് നമുക്ക് അറിയില്ല. കൺഫ്യൂഷനായി പോകുന്ന ഒരു സബ്ജക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം അത് വൈഡാണ്, അത്രത്തോളം അത് കൺഫ്യൂസിങ് ആണ്, അത്രത്തോളം ഒരു മനുഷ്യന്റെ സാമാന്യ യുക്തിക്കോ ബുദ്ധിക്കോ ബോധത്തിനോ ഒക്കെ അപ്പുറം നിൽക്കുന്ന സങ്കല്പങ്ങളാണ്.
അപ്പം അതിനെയൊന്നും നമുക്ക് എന്താ പറയുക കണ്ടെത്തി ഇതാണെന്ന് പ്രൂവ് ചെയ്യുക അസാധ്യം എന്ന് പറയും. ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ജ്യോതിഷത്തിലൂടെ ഇന്നതാണ് കാരണം, ഇന്ന വിഷയങ്ങളാണ്, അപ്പോൾ അതിന് ഇന്നതായിട്ടുള്ള നിങ്ങൾ പരിഹാരങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള സൽക്കർമ്മങ്ങളെ നിങ്ങൾ ഇനി ചെയ്യാവൂ, ഇങ്ങനെയുള്ള രീതികൾ ചെയ്യണം എന്നൊക്കെ നമുക്ക് എന്താ പറയുക നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു ശാസ്ത്ര മേഖലയാണ് ജ്യോതിഷം. അപ്പോൾ ഓരോ വ്യക്തികളും സമയം നോക്കുന്നു എന്ന കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങിപ്പോയത്. സമയം ഈ പറഞ്ഞതുപോലെ ആപേക്ഷികമാണ് അല്ലേ, അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നല്ല കർമ്മങ്ങളും നല്ല പ്രവൃത്തികളും നല്ല പ്രാർത്ഥനകളും അതിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുക. അപ്പോൾ അതിൻ്റെതായ നല്ല ഫലങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുന്നതിനും അത് കൂടുതൽ മനോഹരമാക്കാനും അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനും ജ്യോതിഷപരമായിട്ടുള്ള എന്താ പറയുക സംശയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അറിവുകൾക്ക് നല്ലൊരു ജ്യോതിഷനെ എപ്പോഴും സമീപിച്ച് അതിനെക്കുറിച്ചുള്ള എന്താ പറയുക അറിവുകൾ ആരായുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് ആ സിനിമയുമായിട്ട് കണ്ടപ്പോഴും സംസാരിക്കാനിരുന്ന സബ്ജക്റ്റും അത് തന്നെയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് പോകാമെന്ന് വെച്ചാണ് വന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.